നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ അതിഥി സുരാജ് വെഞ്ഞാറമൂടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിരിയുടെ വഴിത്താരയിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിക്ഷോഭങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നു. അങ്ങനെ മമ്മൂട്ടിയുടെ മനസ്സിലേക്ക് സുരാജ് കയറുന്നു. അതിൻ്റെ പ്രതിഫലനം കേരളത്തിൽ വലിയൊരു ഓളം സൃഷ്ടിച്ച ഒരു സിനിമയായി മാറുന്നു. രാജമാണിക്യം. സുരാജെ, ഓർമ്മയുണ്ടോ ഇതൊക്കെ? പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു. കാരണം മമ്മൂക്കയെ പരിചയപ്പെടണം ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. അതായത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആരാധിക്കുന്ന, ഇല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അങ്ങനെ കിട്ടിയൊരു അവസരമായിരുന്നു കൈരളി TV-യിൽ മമ്മൂക്കയായിട്ട് പരിചയപ്പെടുന്നത്. രാജമാണിക്യം എൻ്റെ വിവാഹം കഴിഞ്ഞ് നേരെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ആൻറ്റോ ജോസഫ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മൂക്കായ ഒന്ന് വിളിക്കണം, നമ്പർ ഇതാണ്. രാജമാണിക്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ ഒരു ജാനുവരി ഫെബ്രുവരി സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ പ്രോഗ്രാമുകൾ ഞാൻ കൊടുത്തേക്കാണ്. എനിക്ക് ആ കൂടിയുള്ള വരുമാനം സ്റ്റേജ് ഷോയാണ്. അങ്ങനെ വിവാഹവും കഴിഞ്ഞു. അങ്ങനെ സ്റ്റേജ് ഷോ എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ നേരെ പോയി പൊള്ളാച്ചിയിലേക്ക്. ആ, അവിടെ ചെന്നു. ഫസ്റ്റ് മമ്മൂക്കയെ വീണ്ടും അഭിസംബോധന ചെയ്യുന്നത് അല്ല, എൻ്റെ ഇതൊന്ന് പിന്നെ ഷാഹിദ് പിന്നെ എഴുതി വെക്കും, അതിനെ ട്രിവാൻഡ്രം സ്ലാങ്ങിലേക്ക് മാറ്റണം. മാറ്റിയാൽ മാത്രം പോരാ, നാളെ എടുക്കേണ്ടത് ഇന്ന് രാത്രി എന്നിട്ട് സംസാരിച്ചും കൂടെ കൊടുക്കണം. എഴുതി വെച്ചെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ തുടങ്ങും. ലൊക്കേഷനിൽ ചെന്നിട്ട് പുള്ളിക്ക് വിട്ടുപോകുന്ന ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഞാനവിടെ പോകുമ്പോൾ റൂമിൽ മമ്മൂക്കയുണ്ട്, ചേച്ചിയുണ്ട്, സുരി ചേച്ചിയുണ്ട്. അവിടെ ചെന്നുമ്പോൾ ഒരു കോസ്റ്റ്യൂമിന് അപ്പം ഞാൻ എൻ്റെ ആൻ്റെ ചേട്ടൻ പറഞ്ഞു, വാ മമ്മൂക്കയുടെ റൂമിൽ പോവാം. ഞാൻ ചെന്നിങ്ങനെ, കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ എന്തായാലും പഠിപ്പിക്കാനായിട്ടൊക്കെ വന്നതല്ലേ എന്നുള്ള ബലത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് കോസ്റ്റ്യൂമും കൊണ്ട് ഒരാൾ വരുന്നത്. ഇതല്ലായിരുന്നു ആദ്യത്തെ ഡ്രസ്സ്. കോസ്റ്റ്യൂം ഇട്ടിട്ട്, എന്താടാ ഇല്ല കോസ്റ്റ്യൂം ഇങ്ങനെയാണ് അത് അടിച്ചു വയ്ക്കുന്നത്, ഇത് പിടിച്ചിരിക്കണം. ഞാൻ ദൈവമേ, ഇനി ഇവിടെ നിന്നാ പണി വാളും. അപ്പോൾ സുലി ചേച്ചി എന്തോ ഒരു അല്ല അതിന് നിനക്കെന്താ അറിയാം? എൻ്റെ അമ്മ വൈഫിനോട് വരെ ഇത്രയും ദേഷ്യമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കഥയില്ല. ഞാൻ പതിയെ പിന്നെ വരാം, ഞാൻ തണുത്തിട്ട് വരാം, പുറത്തിറങ്ങിയ ഇരടാ അവിടെ. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഡ്രസ്സ് കൊണ്ടുപോയി വേറെ കറക്റ്റായിട്ട് ഡ്രസ്സ് കൊടുത്തു. അതാണ് ഈ ഇട്ടേക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, താഴെ ഷാഹിദുണ്ട്, നീ എങ്ങനെയെങ്കിലും ഒന്ന് വൽക്കരിക്ക് എന്ന് പറഞ്ഞു. ട്രിവാൻഡ്രം വൽക്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ താഴെ വന്ന് ട്രിവാൻഡ്രം വൽക്കരിച്ചു. കൂടെ നിന്നു. അതൊരു വലിയ അനുഭവം തന്നെയാണ്. കൂടെ വന്നു. സിനിമയിൽ ഞാൻ ഒരു സീൻ അഭിനയിച്ചു. അവിടെയാണ് ഒരു ക്ഷീണം പറ്റിയത് സുരാജിന്. എങ്ങനെ? സീനൊക്കെ അഭിനയിച്ചു, പക്ഷെ അതൊന്നും അങ്ങോട്ട് പുറത്തു വന്നില്ല. രാജമാണിക്യത്തിൽ ഞാൻ അഭിനയിച്ചു, പക്ഷെ അത് ഞാൻ തന്നെ എഴുതിയ സീനും കൂടെയാണ്. പുള്ളിയുടെ പെർമിഷനോട് എൻ്റെ പറഞ്ഞ സുരാജ് ഷാഹിദ് ഖാനെ എഴുതുന്നത് അതിൽ ഹ്യൂമറും കയറ്റിയിട്ട് പറയാം. ഞാൻ തന്നെ എഴുതി, അത് കോപ്പി എടുത്തത് ഞാൻ തന്നെ എഴുതി വെച്ച്, എനിക്ക് ബൈഹാർട്ടാണ്. പക്ഷേ സിനിമയുടെ ക്യാമറയും ഇതെല്ലാം കണ്ട് ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും നിൽക്കുകയാണ്, റെഡി. അതിന് അൻവറിനെ സമ്മതിക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 8 or 10 ടേക്ക് എടുത്ത്, എൻ്റെ സുരാജെ നീയല്ലേ ഇത് എഴുതിക്കൊണ്ടുവന്ന് നിനക്ക് പോലും പറയാൻ പറ്റല്ലേ. ഒരു നായികയുടെ അനിയത്തി നടന്നു വരുമ്പോൾ ഞാൻ പൂക്കാരനായിട്ടായിരുന്നു. അത് ഒന്നും പറയേണ്ട സാറേ, ശരിക്കും അതൊന്നും ഓർമ്മിപ്പിക്കാത്ത പറഞ്ഞത്. ഞാൻ പതറിപ്പോയി, കൈവിട്ടു പോയി, എൻ്റെ കിളി പോയെന്നൊക്കെ പറയും പോലെ പരിസരമൊക്കെ മറന്ന്. ഞാൻ പറഞ്ഞു, അളിയ എനിക്ക് എന്ത് പറ്റിയെന്ന് നീ എന്നെ ആലോചിച്ചോ. അപ്പോൾ ഈ മമ്മൂക്കാടെ കൂടെ വന്ന് ഇത്രയും പേരെ മുമ്പ് നമ്മൾ മമ്മൂക്കാടെ ആളായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു കൈരളിയുടെ ആളാണ്, മമ്മൂക്കാടെ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ, അതിലെ ടെക്നീഷ്യന്മാർക്കും പിന്നെ ബാക്കി പ്രവർത്തകർക്കൊക്കെ ഇവൻ്റെ ഇത് പൊട്ടിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ചെയ്യടാ അന്ന് മമ്മൂക്കായും ഇല്ല. ഞാൻ അവിടെ കിടന്ന് വെള്ളം കുടിച്ച് വല്ല വിധനെയും പാവം അൻവർ റഷീദ് നന്നായിട്ട് എടുത്തു. അതിനുശേഷം സ്റ്റുഡിയോ ചെന്നിട്ട് അൻവർ പറഞ്ഞു, മച്ചാ അത് ആ സീനിൻ്റെ ആവശ്യമില്ലാന്ന്, ഞാൻ കട്ട് ചെയ്യണം, നിനക്ക് വിഷമമൊന്നും തോന്നരുത്, അടുത്ത സിനിമയിൽ നിനക്ക് നല്ല വേഷം തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ അപ്പോൾ ഇത്രയും നാൾ ഞാൻ നിന്നതിൽ ആൾക്കാർ ഇങ്ങനെ തിരിച്ചറിയും, ഈശ്വരോ ഞാൻ മമ്മൂക്കായിട്ട് കൂടെ ഉണ്ടായിരുന്നതിന് എന്താ തെളിവ്. ഈ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. കാര്യം ട്രൂപ്പിൻ്റെ പ്രോഗ്രാം എല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എല്ലാം കൂടെ ഒരു 10-50 ദിവസമായി. ഞാനിത് എങ്ങനെ പറയും. അങ്ങനെ ഇരുന്നു.
പടം റിലീസായപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് സുരാജ് വെഞ്ഞാറമൂട് എന്ന് എഴുതി കാണിച്ചു. ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആൾക്കാരും എന്നെ വിളിക്കുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത്രയും കോളുകൾ. സുരാജെ രാജമാണിക്യം കണ്ട് കേട്ടോ, തകർത്തു. അപ്പോൾ ഇനി എൻ്റെ വിചാരം എന്ന് വെച്ചാൽ വീണ്ടും എൻ്റെ സീനെങ്ങാനും ഇട്ടുപോയോ? അല്ല, ഞാൻ എന്നെ കണ്ടായിരുന്നു, നിന്നെ അല്ല ഫുള്ള് കണ്ടത്. ഞാൻ പറയാം ഏതർത്ഥത്തിൽ ഇടാ ആ സ്ലാങ് നീ സംസാരിക്കും പോലെ തന്നെ മമ്മൂക്ക അസലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് കാണും. ഞാൻ പറഞ്ഞ ഇവിടെ ഷൂട്ടിങ്ങിലാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരായിരുന്നു. എന്നിട്ട് വന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ സെക്കൻഡ് ഷോ. സ്പെഷ്യൽ താങ്ക്സിൽ സുരാജ് തൃപ്തനായി, ഒരുപാട് സന്തോഷമായി. പക്ഷെ ആ രാജമാണിക്യം സിനിമയിൽ മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ സുരാജ് ഉണ്ടായിരുന്നുള്ളൊരു ധാരണ ആ ഒരു സിനിമ. അതെ തീർച്ചയായിട്ടും. സുരാജിന് വളരെ വേണ്ടപ്പെട്ടൊരാണ്, സംസാരിക്കാൻ വേണ്ടി കാത്തിരുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. സുരാജിൻ്റെ കാര്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈമിങ് ഇല്ലാത്ത ഒരാളാണ് സുരാജ്. പക്ഷെ അവന് സ്വന്തമായിട്ടൊരു ടൈമിങ് അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ്, എസ്പെഷ്യലി ഇൻ ഹ്യൂമർ ഫിലിംസ്, അതിനൊരു റിതമുണ്ട്. സുരാജിന് ആ റിതമില്ല. ആ റിതം ഇല്ലായ്മയാണ് സുരാജിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയത്. എപ്പോഴും അതിനൊരു ഇൻസ്റ്റൻ്റാണ്, ഈ സ്പോണ്ടേനിയസ്. അങ്ങനൊരു ടൈമിങ്ങാണ്, ഒരു സ്പോണ്ടേനിയസ് ടൈമിങ്, പുള്ളിയുടേതായ ഒരു ടൈമിങ് സുരാജിനുണ്ട്. അതൊരു പക്ഷേ ഒബ്സർവേഷനിൽ നിന്നുണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നുണ്ടായതായിരിക്കാം. പ്രിയദർശൻ സുരാജിനെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്, ചെറിയ ആൾക്കാരൊന്നുമല്ല. തീർച്ചയായിട്ടും. ഞാൻ കോമഡി ഇഷ്ടപ്പെടാൻ, അതിനോട് കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞത് പുള്ളിയുടെ സിനിമകൾ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് പ്രിയൻ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കണമെന്നുള്ളത്. അതിനൊരു ഭാഗ്യം എനിക്ക് കിട്ടി, അത് ചെയ്തു. പിന്നെ ടൈമിങ്ങിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് ടൈമിങ് എന്താ ഉദ്ദേശിക്കുന്നത് പ്രിയ? അതായത് അവർ വിചാരിക്കുന്ന സമയത്തൊന്നും അല്ല. പക്ഷെ അത് സാർ എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിലല്ലേ ചെയ്യാൻ പറ്റൂ. എനിക്ക് എൻ്റേതായ ഒരു ടൈമിംഗ് ഉണ്ട്, ഇത് ചെയ്യുന്നു. സംവിധായകനോട് പറയും ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് ചെയ്യാം എന്നങ്ങ് പറയൂ. ഇല്ല. എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം പുള്ളി ടേക്കിന് മുമ്പ് വളരെ എനർജി ആയിട്ട് പെർഫോം ചെയ്യാൻ. പ്രിയനോട് വർക്ക് ചെയ്യുമ്പോൾ വരുമ്പം പ്രിയനും ഓർമ്മയുണ്ട്. വേണമെങ്കിൽ അതിലേക്കും കൂടെ പോകാം. വരട്ടെ, പ്രിയൻ ഒന്നും കൂടി വരട്ടെ. ഇന്നസെൻ്റ് ഈ സുരാജിൻ്റെ ടൈമിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അസാധ്യ ടൈമിങ്ങാണ് സുരാജിന്. ചെക്ക് റെഡി ആയിരുന്ന കറക്റ്റ് ടൈമിനൊന്നും വാങ്ങിക്കുന്നു പറഞ്ഞു. ഇതാണ് ഭിത്തിയെ തേക്കെന്ന് പറയണേ. ഇല്ല, ഞാൻ ഈ ചെക്കിനോടൊന്നും വളരെ ആക്രാന്തം കാണിക്കുന്ന ഒരാളല്ല. എന്തായാലും സാറിനെ പോലുള്ള ആൾക്കാർ, അത് ഇന്നസെൻ്റ് ഏട്ടൻ്റെ കോമഡിയാന്ന് പറഞ്ഞു. പ്രിയൻ സാറിനെ പോലുള്ള ആൾക്കാർ അത്രയും വാച്ച് ചെയ്തതിൽ തന്നെ എന്നെ ഇത്രയും തിരിച്ച് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞതിന് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. രാജമാണിക്യത്തിന് ശേഷം സുരാജിൻ്റെ പ്രയാണം ആരംഭിച്ചു. പിന്നീട് ഇങ്ങനെ എന്താ പറയുക, ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രത്തോളം തിരക്കുള്ളൊരു നടൻ ഉണ്ടാകാത്ത ഘട്ടത്തിലേക്ക് സുരാജ് മാറി. സുരാജായി എല്ലായിടത്തും, എല്ലാ റോളും. നല്ല കറി വെക്കുമ്പോൾ കറിവേപ്പിലയുടെ റോളിലേക്കാണ് സുരാജ്. എവിടെയും വേണം സുരാജ് ഒന്ന് വേണം. സുരാജിനെ നന്നായിട്ടൊക്കെ വിറ്റു. അതെ അല്ലേ, മാർക്കറ്റ് ചെയ്ത് നന്നായിട്ട്. സുരാജിൻ്റെ ഹ്യൂമർ ഉണ്ടെങ്കിൽ സിനിമ മുഴുമിക്കാൻ കഴിയുമെന്നുള്ളൊരു ധാരണ സിനിമാ സംവിധായകന്മാർക്ക്. ചില്ലറ അഹങ്കാരമൊക്കെ ഉണ്ടായല്ലേ? ഇല്ല, അഹങ്കാരമല്ല സാർ. അതായത് ഈ ആഹാരം കിട്ടാത്തവന് എന്തെങ്കിലും കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമായിരുന്നു. കാരണം സിനിമയിലേക്ക് ഒരിക്കലും വരും എന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് സിനിമയിലേക്ക് വരുന്നു. അതെല്ലാം കാണുമ്പോൾ അതാ ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചാലേ അറിയാവും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കയറിയിട്ട് ഇത് ഏത് വേഷം, ഇത് പോലീസ് ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, സ്ക്രിപ്റ്റ് നോട്ടെ, തീർന്നു. അതുകൊണ്ട് പലരോടും സ്ക്രിപ്റ്റ് ഞാൻ ചോദിച്ചിട്ടുമില്ല, എന്നോടൊട്ട് പറഞ്ഞിട്ടുമില്ല. ഇത് പോലീസ് വേഷം, ഇല്ലെങ്കിൽ ഒരു നമ്പൂതിരി വേഷം, ഇതാന്ന് പറയുന്നു, ചെയ്യുന്നു, അങ്ങ് പോകുന്നു. പക്ഷെ കുറേ കാലം സുരാജിനെ ആൾക്കാർ ഈ തിരുവനന്തപുരം സ്ലാങ് എടുത്തിട്ട് ഉപയോഗിപ്പിച്ചുകൊണ്ടിരുന്നു. അതെ കുറേ കാലം അങ്ങ് ഒരു ടൈപ്പാക്കി കളഞ്ഞു. ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ പോലും ആ തിരുവനന്തപുരം സ്ലാങ്ങിലൊന്ന് പറയണേ, തിരുവനന്തപുരം സ്ലാങ്ങിൽ. ഞാനത് വന്ന ആ സമയത്ത് തന്നെ പലരും പറഞ്ഞു അത് തിരുവനന്തപുരം സ്ലാങ് മിക്കവാറും 2 പടത്തോടു കൂടി അത് തീരും.
എന്ന് പല ആൾക്കാരും സുരാജ് സ്ലാങ് ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം, അത് സ്ഥിരം ഇത് വച്ച് പുലർത്തരുത്. എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഡയറക്ടർ പറയും ഒരു തിരുവനന്തപുരം സ്ലാങ്ങിൽ ഒന്ന് അടിച്ചേക്കും, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് പറ നമ്മൾ ഒഴിയാൻ വേണ്ടി സാർ, അത് മാത്രമല്ല വേറെ ഏതെങ്കിലും എത്രയോ സ്ലാങ് ഉണ്ട്, അത് തന്നെ അതല്ലേ സാർ വെറൈറ്റി എന്ന് പറയും. ഇപ്പം നീ ഇത് ചെയ്യുന്നേ അങ്ങോട്ട്, അങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പല. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ഒരു അംബാസഡറാക്കി സുരാജിനെ മാറ്റി. അതെ, സുരാജിന് ഇപ്പം ഏത് സ്റ്റേജ് ഷോ ചെയ്യാൻ പോയാലും ഈ തിരുവനന്തപുരം സ്ലാങ് ഒന്നും അടിച്ചില്ലെങ്കിൽ അവർ തൃപ്തരാവില്ല. അതെ, ഓഡിയൻസിനും ഇഷ്ടമാണ് എന്നെ കാണുമ്പോൾ. ഇപ്പോൾ മലപ്പുറത്തുള്ള ആളായാലും ഇന്ന് വിളിക്കും തല്ലാപ്പേ സുഖങ്ങളൊക്കെ തന്നെ. എന്നെക്കാൾ മനോഹരമായിട്ട് ഇപ്പോൾ കോഴിക്കോടും വയനാടും ഒക്കെ ഉള്ള ആൾക്കാർ തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കും. അവരെന്നെ കാണുമ്പോൾ തള്ള സുഖങ്ങളൊക്കെ തന്നെ, എന്താ പേ അല്ലാക്കെ തിന്നാ ഇങ്ങനെ ചോദിക്കും, നല്ല ട്യൂണോട് കൂടി. ആ കറക്റ്റ് ആ ട്യൂണിൽ വരുമ്പോൾ എനിക്ക് ചിരി വരും. കാര്യം വെച്ചാൽ കറക്റ്റാണല്ലോ ഇവർ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം അത് എൻ്റെ കൈമോശം വന്നോ എന്ന് ആൾക്കാർ അടിച്ചോണ്ട് പോയി. സുരാജിൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സുരാജ് കുറച്ച് നാൾ മുമ്പ് സുരാജ് വളരെ തിരക്കേറിയൊരു സമയമുണ്ട്. ഇപ്പോഴും തിരക്കില്ല എന്നല്ല, വളരെ തിരക്ക് പിടിച്ച് ശ്വാസം വിടാതെ നടന്നൊരു സമയമുണ്ട്. അത് സുരാജിനും എല്ലാവർക്കും അറിയാം. അന്ന് സുരാജിൻ്റെ ഒരു 2 മണിക്കൂർ കിട്ടാൻ പിന്നാലെ നടന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു സുരാജിൻ്റെ 1 മണിക്കൂർ കിട്ടിയിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഗുണമായേനെന്ന്. ഇതേ സ്ക്രിപ്റ്റ് റൈറ്ററിന് ഈ അടുത്ത് ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചോദിച്ചു, ഇത് സുരാജിനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ആ തിരുവനന്തപുരം സ്റ്റൈൽ തന്നെ ആവില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ സുരാജിന് തിരുവനന്തപുരം സ്റ്റൈൽ മാത്രമല്ല പലതും വഴങ്ങും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതിന് പോലും പരീക്ഷിക്കാൻ പോലും തയ്യാറാകാതെ മുൻവിധി എഴുതുന്ന ചില സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം വിളിക്കുന്ന ചില ആൾക്കാർ, സിനിമയിലുള്ള ചില ആൾക്കാർ, അവരെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, തമാശയല്ല. അവരെക്കുറിച്ച് സുരാജിന് എന്താണ് പറയാനുള്ളത്? വളരെ നല്ലൊരു ചോദ്യമാണ് എൻ്റെ പ്രിയ സുഹൃത്ത് ചോദിച്ചത്. അവരെക്കുറിച്ച് എനിക്ക് പറയാൻ എന്താ, അവരെ ആവശ്യത്തിന് നമ്മളെ ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതേ പറ്റുള്ളൂ എന്ന് അടിച്ചേൽപ്പിക്കുന്ന എന്ന് പറയുന്നതിനോട് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമമായി ഇത് കേട്ടപ്പോൾ തന്നെ. കാരണം സുരാജിനെ വെറും കറിവേപ്പിലയാക്കിയോ? തീർച്ചയായിട്ടും അങ്ങനെ പല ആൾക്കാരും ഉണ്ടല്ലോ, സുരാജ് ഇത് അത് തിരുവനന്തപുരം സ്ലാങ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന ഒരു പ്രവണത. എനിക്ക് എല്ലാ സ്ലാങ്ങും ഇപ്പോൾ പുള്ളി പറഞ്ഞതുപോലെ എനിക്ക് എല്ലാ സ്ലാങ്ങും ചെയ്യാനറിയാം. ഞാൻ ഒരു ആക്ടറല്ലേ, എനിക്കെല്ലാം വഴങ്ങും. പക്ഷേ ചില ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചില തിരക്കഥാകൃത്തുകൾ അത് പറ്റില്ല. സുരാജിനെ ഇപ്പോൾ ഒരു നമ്പൂരി അല്ലെങ്കിൽ കണ്ണൂരുകാരൻ അല്ലെങ്കിൽ ഒരു മലപ്പുറത്തുള്ള ആള് ഈ സ്ലാങ്ങൊക്കെ സുരാജിന് വഴങ്ങും. തീർച്ചയായിട്ടും എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ സമയത്ത് എനിക്കിപ്പോൾ ഒരു കണ്ണൂർ സ്ലാങ്ങാണ് സംസാരിക്കുന്ന ഒരു ചിത്രത്തിൽ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, കണ്ണൂർ സ്ലാങ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ ഡയലോഗ്? കണ്ണൂർ സ്ലാങ് ഏതാണ്? എവിടെയാണ് ഊന്നൽ കൊടുത്തത്? നീ വന്നിനോ, ചായ കുടിച്ചിനോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള സ്ലാങ്, അത് ഫുൾ അത് തന്നെയാണ്. ഇപ്പോൾ ഓരോന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ തപ്പിപ്പോകും. ആ സിനിമയിൽ മുഴുനീള ക്യാരക്ടർ ഞാൻ കണ്ണൂർക്കാരനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വേഷങ്ങൾ എനിക്ക് ഇത് വ്യത്യസ്തതയുള്ള വേഷങ്ങൾ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും വരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തരത്തിലുള്ള ക്യാരക്ടറുകൾ, ഞാൻ ചെയ്ത് പോയ ക്യാരക്ടറുകൾ പലതും വരുമ്പോൾ ഞാൻ പറയും, ചേട്ടാ എനിക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തതയുള്ള ഒരു പെർഫോം ചെയ്യാൻ, വേറൊരു തരത്തിലുള്ള ഒരു ആക്ടിങ് കാഴ്ചവെക്കാനുള്ള ഒരു അവസരം എനിക്ക് തന്നൂടെ എന്ന് ഞാൻ അങ്ങോട്ട് പലരെയും, പല തിരക്കഥാകൃത്തിനെയും പല ഡയറക്ടറെയും അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും അത് അവർക്ക് ബോധ്യമായി. സുരാജിൻ്റെ കഴിവ് അവർ തിരിച്ചറിഞ്ഞ് സ്വാഭാവികമായിട്ടും സുരാജിന് അർഹതയുള്ള റോളുകൾ തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ജഗതിയുടെ ഒരു സ്പേസ് സുരാജ്, ഇപ്പം ജീവിതത്തിലെ ഇതുപോലുള്ള ട്രാജഡികൾ, ദുരന്തങ്ങൾ നമ്മളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ദുരന്തം തന്നെയാണ്, നമ്മളത് കണ്ടില്ല നടിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ജഗതിയുടെ ഒരു സ്പേസിലേക്ക് കൂടുതൽ വരേണ്ട ഒരാൾ സുരാജാണെന്ന് നിരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ആ ഒരു സ്പേസിലേക്ക് കടന്നു വരാൻ പറ്റിയോ സുരാജിന്? പുള്ളിക്ക് പിന്നെ നല്ല നല്ല തിരക്കഥാകൃത്തുക്കളോടൊപ്പം നല്ല നല്ല ഡയറക്ടേഴ്സിനോടൊപ്പം ഒക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചു. നല്ല നല്ല വേഷങ്ങൾ കിട്ടി. പക്ഷേ എനിക്ക് അമ്പിളിച്ചേട്ടൻ്റെ അത്ര വേഷങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ അഭിനയിക്കുമ്പോഴൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വേണമെങ്കിൽ ആ കെമിസ്ട്രിയെക്കുറിച്ച് പറയാൻ ഒരാളെന്നിപ്പുണ്ട്, നോക്കാം. ഹലോ സുരാജ്, നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ ഒന്നിച്ചു ചെയ്തു.
അപ്പോൾ ഞാൻ ഈ ഹലോ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ ചെയ്തൊരു ചിത്രമാണ് ഹലോ. അതിൽ സുരാജ് വളരെ മനോഹരമായി ഒരു പോലീസുകാരൻ്റെ ഒരു വേഷം ചെയ്തു. അതിലെനിക്ക് ചോദിക്കാനുള്ളത്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പ്രതിഭ, ഒരു അതുല്യ പ്രതിഭയോടൊപ്പം അല്ലെങ്കിൽ ജഗതി ശ്രീകുമാറിനൊപ്പം അങ്ങനെ നിങ്ങൾ 3 പേരും ചേർന്നിട്ടുള്ളൊരു നല്ലൊരു കോമ്പിനേഷനാണ് ആ ചിത്രത്തിൽ ചെയ്തത്. നിങ്ങൾ ആദ്യമായിട്ടാണോ ഒന്നിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഒരുപക്ഷെ ആയിരിക്കാം. എന്തായാലും ഇത്രയും നിങ്ങൾ 3 പേരും ഒന്നിച്ച് അഭിനയിച്ചപ്പോൾ സുരാജിനുണ്ടായ ആ ഫീൽ എന്താണ്? സുരാജിന് എന്ത് തോന്നി? എനിക്ക് സാർ വളരെ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. റാഫി മക്കാട്ടൻ അവരാണ് ശരിക്കും ഇവിടെ ഇരിക്കാനുള്ള വേറൊരു കാരണക്കാർ. മായാവി എന്ന് പറയുന്ന ചിത്രം, ഷാഫി സാറ് ഡയറക്ടർ, അതിൻ്റെ കൺട്രോൾ ആൻറ്റോ, എല്ലാവരോടും എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. കാരണം വേറൊരു സിനിമയ്ക്ക് എന്നെ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അവിടുന്ന് പോകാൻ പറ്റാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലഞ്ഞു നടക്കണം. ഇനി എന്ത് ചെയ്യും? പ്രോഗ്രാമും ക്യാൻസൽ ചെയ്ത. അപ്പോൾ കിട്ടിയ പടമാണ് മായാവി. മായാവി എന്ന് പറയുന്ന പടം റിലീസിന് ശേഷം ഈ സമയം വരെ എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടേയില്ല. ഒരുപാട് സിനിമകൾ ഇങ്ങനെ വന്നിട്ട് പലതും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. പല സിനിമകളും ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബന്ധങ്ങളുടെ പേരിൽ പല സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും ഒരു പ്രത്യേക എനർജിയാണ്. എന്ന് വെച്ചാൽ പിന്നെ പണ്ട് തൊട്ടേ സ്ക്രീനിൽ കാണുമ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ മുഖം കാണുമ്പോൾ തന്നെ കൈയടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അത്രയും വലിയ ഒരു പ്രതിഭ. പിന്നെ ലാലേട്ടൻ പറയേണ്ട കാര്യമില്ല, അഭിനയത്തിൻ്റെ വേറെ ലെവലാണ്. അപ്പോൾ അവരെ കൂടെ നിൽക്കുമ്പം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ ഒരു കാര്യം നമുക്ക് വിട്ടുപോകുന്ന കാര്യം വരെ അവർ പറഞ്ഞു തരും. സുരാജ് ഇങ്ങനെ നീ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാനും പിന്നെ ഞാൻ പറയുന്നത് അവരും സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മത്സരമാണ്, അത് ഗിവ് ആൻഡ് ടേക്ക്. ചില സ്ഥലത്ത് നമുക്കത് കിട്ടില്ല. കൂടെ വയ്ക്കുന്ന ആൾക്കാർ ഒന്ന് തളർന്നു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ഒരിക്കലും അത് ഗ്രാഫ്. സുരാജിന് അപ്പോഴേക്കും സുരാജിനൊരു സ്റ്റാറ്റസ് കിട്ടിയിരുന്നു അല്ലേ? ഒരുപക്ഷെ വലിയ നടന്മാർ സുരാജിനെ അങ്ങോട്ട് അവരുടെ ലീഗിലേക്ക് കോപ്റ്റ് ചെയ്തു. അത് ഹലോ എന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ ഹിറ്റ് ചിത്രമാണ്. ഫസ്റ്റ് മായാവിക്ക് ശേഷം ഇറക്കിയതാണ് ഹലോ. അതുകൊണ്ട് മായാവിയുടെ ആ വിജയം സ്വാഭാവികമായിട്ടും സുരാജിൻ്റെ മറ്റ് ലൊക്കേഷനുകളിലെ പ്രവർത്തനത്തിന് വളരെ സഹായകരമായി. തീർച്ചയായിട്ടും തുടരെ അടുപ്പിച്ച് തന്നെ അവരുടെ തന്നെ 2 പടത്തിലും വളരെ നല്ല വേഷം ചെയ്യാൻ സാധിച്ചു. അമ്പിളിച്ചേട്ടനോടും ലാലേട്ടനോടും ഒക്കെ അഭിനയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചിലപ്പോൾ പിടിവിട്ട് ചിരിക്കാറുണ്ട്. അതിൽ റാഫി സാറ് വന്നിട്ട് മക്കാട്ടിൻ ചേട്ടൻ ഓരോ കൗണ്ടർ ഇങ്ങനെ പറയാം, ഇവിടെ വന്നിട്ട് സുരാജ് ഇതാ ഇങ്ങനെ. അപ്പോൾ ലാലേട്ടൻ അവിടെ എന്തോ ഡയലോഗ് ഞാൻ മറന്നുപോയി, സ്ത്രീയാണോ വിവാഹിതനാണോ 2 പ്രാവശ്യം എന്ന് ലാലേട്ടൻ പറയുന്ന എന്നാൽ ഇപ്പോൾ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ വന്ന് എടുക്കുന്ന ആ സീൻ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 10-18 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. കാര്യം എന്നോട് പറഞ്ഞു തരുമ്പോൾ ഞാൻ ആ ക്യാരക്ടറിൻ്റെ അവസ്ഥയിലേക്ക് പോകും. ഇതാണ് ആ ക്യാരക്ടർ. കാര്യം മണ്ടനായ പോലീസാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മണ്ടത്തരം എന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് റാഫി സാറിൻ്റെയും പുള്ളിയുടെയും മുഖം കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഞാൻ പറയും സാർ മാറിയിരിക്കുന്ന ചിരിച്ച അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ആ ക്യാരക്ടറായിട്ട് നമ്മൾ വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് ചെയ്യാനും ഒരു സുഖം. പിന്നെ അടുത്ത് നിൽക്കുന്ന ലാലേട്ടൻ, ഇപ്പുറത്ത് അമ്പിളിച്ചേട്ടൻ, ഒരു മത്സര ബുദ്ധിയോട് കൂടിയാണ് എനിക്കത് കാണാൻ പറ്റുക. മത്സരം അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മുകേഷ് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ വലിയൊരു മഹാസംഭവം ഉണ്ടായി, സുരാജ് ഇല്ലാത്തൊരു സിനിമ ഇറങ്ങിയെന്ന്. അതെന്നെ കാണുമ്പോൾ പറയാം, ഇടേ അറിഞ്ഞ നീ ഇല്ലാതെ ഒരു സിനിമ ഹിറ്റായി. അത് പറഞ്ഞിട്ടുണ്ട്. സുരാജ് ഒരു നിത്യ ഇനമായി മാറി, ഒരു മസാല കൂട്ടാണ്. അതുകൊണ്ടാണ് ഈ മുകേഷ് ഇങ്ങനെ പറഞ്ഞത്. മുകേഷ് തിരുവനന്തപുരം ഭാഷയിലാണ് പറഞ്ഞത്, അല്ല കൊല്ലം ഭാഷ. എന്തുവാടേ ഇടേ അറിഞ്ഞ നീ ഇല്ലാത്ത ഒരു പടം കൂടെ ഹിറ്റായി. എനിക്ക് മുകേഷ് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അമേരിക്ക പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ആക്ടറാണ്. ഒരുപാട് സമയം പോകാൻ വേറെ പുള്ളി എഴുതിയ പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ ഇല്ലാത്ത ഒരുത്തിൻ്റെ കാര്യം കട്ടപ്പുകയാവും.
കൂടെ ഇല്ലാത്തൊരു തമ്പി. അപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പുള്ളി എഴുതിയ കഥ നേരിട്ട് കേൾക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ ഇത് വായിച്ച് ഫുൾ ബൈഹാർട്ടാണെങ്കിലും അത് പുള്ളിയുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അത് ഞാൻ ഒരുപാട് കഥകൾ പുള്ളിയുടെ നിന്ന് കേട്ടു. മുകേഷ് അങ്ങോട്ട് പൊലിപ്പിച്ച് പുഷ്ടിപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞു അല്ലേ? സിനിമ കാണുന്ന രീതിയിൽ പുള്ളി കഥ പറയും. പിന്നെ ഓരോരുത്തർക്കും പറ്റിയ അബദ്ധങ്ങൾ അവരെക്കാളും ഓർമ്മ വെക്കുന്നത് മുകേഷാണ്. അതെ അതെ, ഒരുപാടുണ്ട് പുള്ളിയുടെ കഥയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത്രയും ഓർമ്മശക്തി എപ്പോഴും ഓരോ സെറ്റിൽ ചെല്ലുമ്പോഴും ഇതെല്ലാം എടുത്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് ഓർമ്മയിൽ കിടക്കുക. ഏത് കഥ ചോദിച്ചാലും പുള്ളി അപ്പോൾ പറയും. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ജഗതിയുടെ സ്പേസ്. ഇപ്പം എന്തായാലും ജഗതി ചേട്ടൻ്റെ ഒരു അവസ്ഥയിൽ കേരളം മുഴുവൻ വേദനിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്ക് സുരാജ് വന്ന് നിറയുമെന്ന് വിചാരിച്ചു. നിറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലേ സാർ, എനിക്ക് അത്തരത്തിലുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിട്ടില്ലായിരുന്നു. ഈ അടുത്ത സമയത്ത് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്ന് പറയുന്ന സിനിമയിൽ വളരെ നല്ലൊരു ക്യാരക്ടർ എനിക്ക് കിട്ടി. അപ്പോൾ ആ സിനിമ കണ്ട ആൾക്കാർ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട്, സുരാജ് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്, നല്ല രസം, അതിൽ നമുക്ക് സുരാജിനെ കാണാനേ പറ്റിയിട്ടില്ല. കാര്യം അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു തിരക്കഥ ഞാൻ വായിക്കുന്നത്. അതിനു മുമ്പ് വരെ എനിക്ക് ആരും തിരക്കഥ ആഗ്രഹമുണ്ട്. പക്ഷേ സുരാജിനൊരു പ്രത്യേകതയുണ്ട്. സുരാജ് ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് കാണുന്നതും കേൾക്കുന്നതും എല്ലാം കയറി അങ്ങ് സൈൻ ചെയ്യും. ഒരിക്കലുമില്ല അങ്ങനെ പൈസയ്ക്ക് ഒരു വേണ്ടി. ഘട്ടത്തിൽ ഇല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓടി നടന്ന് അഭിനയിച്ചിട്ടില്ല. ഞാൻ പൈസയോട് വലിയ താല്പര്യമൊന്നുമില്ലേ? പൈസയോട് ജീവിക്കാൻ കാശ് വേണമല്ലോ എന്ന് വെച്ചിട്ട് ഇപ്പോൾ സാറ് ചോദിക്കുന്നുണ്ട്, ഞാൻ സാറിൻ്റെ കണ്ട കാശ് വാങ്ങിയെന്ന പോലെ. സാർ ഇങ്ങനെയൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് തന്നെ പേടിയാ. അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. പേടിച്ചിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ മറന്നുപോയല്ലേ? ഇതിൽ പൈസയ്ക്ക് വേണ്ടി ഓടി കിടക്കുന്നതല്ല സാർ. നല്ല നല്ല വേഷങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ വിളിച്ചിട്ട് ഒരു പ്രശസ്തമായ തിരക്കഥാകൃത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ വിളിച്ച് അത് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ അടുത്ത പടത്തിൽ നിന്ന് അത് മാറ്റുമോ കട്ട് ചെയ്യുമോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ അതിലും ചെന്ന് തലവയ്ക്കും. ആശങ്കകളാണ്. ചില ഇനി കട്ട് ചെയ്തുകൂടെ. എനിക്ക് ഒന്നാമത് എനിക്ക് ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ എന്തായി തീരുമെന്നുള്ള യാതൊരുവിധ ഐഡിയ ഇല്ലാത്ത ഒരാളാണ്. ഈ കൈവച്ചക്കെട്ട് ഈ കൈവച്ചിട്ടില്ല ഒരുപാട് ഗുരുത്തക്കേട് ചെയ്തിട്ടുള്ളത്. അതെ, ഈ കൈ കൊണ്ട് ഇതുവരെ ആയെങ്കിൽ ഇനിയും ദൈവം മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷ. വിവാഹം എന്നായിരുന്നു? എൻ്റെ 2006. അത് ഓർക്കുന്നുണ്ടോ? ദുരന്തങ്ങളെല്ലാവരും ഓർത്ത് വെക്കുന്നു. അത് സ്കിറ്റിൽ പറയുന്നു, പക്ഷേ അത് ദുരന്തമല്ല, ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു. ആലോചിച്ചിട്ട് തന്നെയാണ് വിവാഹം. ആണോ? പണ്ട് വളച്ചതൊക്കെ അങ്ങ് പോയല്ലേ? പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാർ, പ്രണയങ്ങളുണ്ടായിരുന്നു. അത് വളരെ ആത്മാർത്ഥത്തോടുകൂടി പ്രണയിച്ച ഇതുണ്ടായിരുന്നു. പിന്നെ കാസ്റ്റിൻ്റെയൊക്കെ പ്രശ്നത്തിൽ അതെല്ലാം മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ സുരാജ് കാസ്റ്റിൻ്റെ കാര്യത്തിൽ സുരാജാണ് പിൻവാങ്ങിയത്, അവരാണ് പിൻവാങ്ങിയത്? രണ്ടുപേരും പരസ്പരം. ഒരുപക്ഷെ സുരാജ് ഇങ്ങനെ ഒരു ഹീറോ പരിവേഷത്തിലേക്ക് മാറുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ മാറില്ലായിരുന്നു അല്ലേ? ഇല്ല, അന്ന് ഞാൻ കൈരളി TV മിമിക്രി ആയിട്ട് നടക്കുകയല്ല. അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു അരഡസൻ പ്രണയം സീരിയസ് ആയിട്ടുണ്ടായിരുന്നു അന്ന് കൈരളിയിലുള്ള പല സഹപ്രവർത്തകരും പറയാം. ഇല്ല, അതൊക്കെ പച്ചക്കള്ളം. അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ചിലപ്പോൾ പറയും. അരഡസനല്ല, ഒരു ഡസൻ ആയിരുന്നല്ലേ? അല്ലല്ല, എനിക്ക് അങ്ങനെ അരഡസനൊന്നുമില്ല. ഒരു 2-3 പ്രണയമുണ്ട്. സീരിയസ് ആയിരുന്നു? അല്പ സീരിയസ്. ഒരേ സമയത്തായിരുന്നു 3 സീരിയസ്? അല്ല, അതിനൊക്കെ ഗ്യാപ്പ് ഇട്ടാ. സോറി സാർ, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. പേരെന്താണ്? ചന്ദ്രലേഖ, അനിത എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. ശരിയാണ്? അതൊക്കെ വ്യാജ പേരുകളല്ലേ? അതൊക്കെ വ്യാജ പേരുകൾ. ഒറിജിനൽ പേര് ഞാൻ പറഞ്ഞു ഇനി അവരെ കുടുംബം ഇല്ലാതാക്കുന്നില്ല. അവരൊക്കെ ഇടയ്ക്ക് വല്ല കാണുന്നുണ്ടോ? ഇല്ല. ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ, ആ വഴിക്ക് പോകുമ്പോൾ, കാറിൽ മിന്നിപ്പായുമ്പോൾ? ഇല്ല. ഇപ്പം കാണുന്നില്ല. ഇപ്പം കാണുന്നില്ല. വരട്ടെ, അവരല്ല, പേടിക്കണ്ട. ഹായ് ചേട്ടാ. നമ്മൾ തമ്മിൽ പരിചയപ്പെടുമ്പോൾ ചേട്ടൻ സിനിമയിൽ ആ സമയത്ത് സജീവമായിരുന്നില്ല. സിനിമയിലും കല്യാണം കഴിഞ്ഞ സമയത്ത് സിനിമയിൽ സജീവമായി. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാനൊരു താരപത്നിയുമായി. അപ്പോൾ ആദ്യം പരിചയപ്പെട്ടപ്പോൾ ഞാനൊരു സാധാ കുട്ടിയായിരുന്നു, പിന്നീട് താരപത്നിയുമായി. അപ്പോൾ എന്നിൽ എന്തെങ്കിലും മാറ്റം കല്യാണശേഷം ഒരു താരപത്നി എന്നുള്ള നിലയിൽ എന്തെങ്കിലും ക്യാരക്ടർ ചേഞ്ച് വന്നിട്ടുണ്ടോ? പേഴ്സണലി എന്തെങ്കിലും ക്യാരക്ടർ ചേഞ്ച് വന്നതായിട്ട് ചേട്ടന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് ഈ പ്രോഗ്രാമിലൂടെ അറിഞ്ഞാൽ കൊള്ളാം. വീട്ടിൽ വെച്ച് ചോദിച്ചാൽ പോരെ, എന്തിനാ ഈ പ്രോഗ്രാമിലൂടെ അറിഞ്ഞ് നാട്ടുകാരും കൂടെ അറിയിക്കുന്നത്? പക്ഷെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ വെച്ചത് പറയാത്ത കൊണ്ട് ഇവിടെ വെച്ചിട്ട് ബ്രിട്ടാസിൻ്റെ സമക്ഷം സുരാജ് സത്യം പറയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിൽ മോശക്കാരിയല്ല കേട്ടാ സുപ്രിയ.
എനിക്ക് കല്യാണം കഴിച്ചതിന് ശേഷം കല്യാണത്തിന് മുമ്പും എനിക്ക് ഒരുപോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം കല്യാണത്തിന് മുമ്പും ഒരു സാധാരണ ഒരു വീട്ടിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. അന്നത്തെ അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. ഒരു താരപത്നി എന്ന് പറഞ്ഞിട്ട് അവൾ ഇതുവരെ മാറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അന്നും ബസ്സിൽ കയറി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്. ഇന്നും അതുപോലെ തന്നെയാണ്. അതിനുവേണ്ടി പ്രത്യേകിച്ച് കൂലിക്ക് ആളിനെ വയ്ക്കുകയോ ഇല്ലെങ്കിൽ അങ്ങനെ അതൊന്നും ചെയ്യാറില്ല. ഇപ്പോഴും ഞാനും എൻ്റെ വൈഫും കൂടെ തന്നെയാണ് ഇവിടെ കല്ലൂർ മാർക്കറ്റിൽ പോകുന്നത്, നടന്ന് തന്നെ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാറായതിനു ശേഷം വണ്ടിയില്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് പോവില്ല, അങ്ങനെയൊന്നുമില്ല. സാധാരണ ഒരു കുട്ടിയെ സാധാരണ ഒരു സ്ത്രീയല്ലേ ഭാര്യ? അതെ, തീർച്ചയായും. അപ്പോൾ സാധാരണ സ്ത്രീക്ക് ഉണ്ടാകുന്ന എല്ലാ മാനസിക വിക്ഷോഭങ്ങളും ഉണ്ടാവില്ലേ? അതെ അല്ലേ? ചെറിയൊരു കാര്യം വന്നാൽ വിഷമിക്കും, തീർച്ചയായും. ഇല്ലേ? സുരാജ് ഒരു നായക പരിവേഷത്തിലേക്ക് വന്നു, ഒരുപാട് നായികമാരുടെ കൂടെ ഇങ്ങനെ ഇഴുകി അഭിനയിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സുപ്രിയ എന്ത് പറയും? ഇല്ല, അതെല്ലാം മനസ്സ് നന്നായിട്ട് നല്ല പോസിറ്റീവിൽ എടുക്കുന്ന ആളാണ്. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ എനിക്ക് കിട്ടിയ എൻ്റെ വൈഫെന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഗ്യം ചെയ്തു തന്നെയാണ്. ഇങ്ങനെ പറയണമെന്ന് സുപ്രിയ? ഇല്ല, എൻ്റെ കാര്യങ്ങൾ എല്ലാം ഞാൻ വൈഫിനെ, എൻ്റെ കല്യാണം കഴിച്ച വൈഫ് എന്നുള്ള ഇതല്ലാതെ നല്ല ഒരു ഫ്രണ്ടും കൂടെയാണ്. എല്ലാ കാര്യവും ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിക്കെന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ മുകേഷൊക്കെ ഒന്ന് കേട്ടിട്ട് വേണം ഇനി മുകേഷിൻ്റെ പ്രതികരണമൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. മുകേഷ് ഏട്ടൻ ഇതിൽ വന്നോ? വരും, അത് ഞാൻ കേൾപ്പിക്കും. ഞാൻ ഇല്ലെങ്കിൽ വരുത്തും ചാത്തന്മാർ. കയ്യെല്ലാം വെച്ച് കാര്യമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ സുരാജ്, വലിയ പ്രശ്നം കാണുന്നില്ല. അതിനുള്ള സ്റ്റെപ്പ് ഞാൻ തന്നെയാണ് കമ്പോസിങ് ചെയ്തത്. കാര്യം ഡാൻസ് മാഷ് വന്നിട്ട് വേറെ കുറേ ഐറ്റങ്ങളൊക്കെ എടുത്തിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമേ ചെന്നിട്ട് കാലിൽ വീഴും, എൻ്റെ പൊന്നെണ്ണ എന്നെ തീർക്കരുത്, കാര്യം കൈ ഇങ്ങനെയാണ്, ഇത് വച്ചിട്ട് ഇത് സാർ എന്നെ പണ്ടറിങ്ങളാ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും പണ്ടറിങ്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സത്യമാഷിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ആ പഴയ കാലഘട്ടത്തിലേക്കുള്ള ആ പാട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഓക്കെ, അപ്പോൾ പുള്ളി തന്നെ ചെറിയ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ഇട്ട് തന്നു. അങ്ങനെ അങ്ങ് ചെയ്തു പോയി. ഡാൻസ് എനിക്ക് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ നല്ല നല്ല ഡാൻസുകളൊന്നും കിട്ടിയിട്ടില്ല. നല്ല ഡാൻസ് രംഗം കിട്ടിയാൽ നന്നായിട്ട് ചെയ്യും. ചെയ്യും. ഈ പരിപാടി തന്നെ ആയിരിക്കുമല്ലോ അപ്പം വീണ്ടും അവിടെ? അല്ല സാർ, കൈയുടെ പ്രശ്നം വരും. അതിപ്പോൾ എൻ്റെ ഈ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ചിലപ്പോൾ അവർക്ക് കോമഡി ആയിട്ടോ ഇല്ലെങ്കിൽ കറക്റ്റ് താളത്തിനൊക്കെ ഒന്ന് സ്റ്റെപ്പ്, എല്ലാവർക്കും ഓരോ സ്റ്റാറിനും ഓരോ സ്റ്റെപ്പ് വരെ പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നവർ. അന്ന് കേട്ടിരുന്നൊരു ഗോസിപ്പ്, സുരാജിൻ്റെ കൂടെ അഭിനയിക്കാൻ മുൻനിര നായികമാരൊന്നും തയ്യാറല്ല എന്ന്. അതെ, തീർച്ചയായിട്ടും. ഒരുപാട് ഓടി നടന്നു. ഒരുപാട് ഇവിടെയുള്ള മിക്ക ആൾക്കാരെയും, പേരെടുത്ത് പറയുന്നില്ല, മിക്ക നായികമാരെയും സമീപിച്ചു ഇങ്ങനെ ഒരു പടമുണ്ട്, ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും വിസമ്മതിച്ചു. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി പിന്നെ അറിയാൻ പറ്റില്ല, അവരെയും തെറ്റ് പറഞ്ഞിട്ട് കഥയില്ല സാർ. ഒരു കൊമേഡിയൻ്റെ കൂടെ അഭിനയിച്ചതിന് ശേഷം ഇനി മമ്മൂക്ക വിളിക്കൂലേ, പൃഥ്വിരാജ് വിളിക്കൂലേ, ദിലീപേട്ടൻ വിളിക്കില്ലേ, ലാലേട്ടൻ വിളിക്കില്ലേ എന്നൊക്കെ ഒരു ആശങ്ക അവർക്കുണ്ടായിരിക്കണം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഒരു ആക്ട്രസെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടുന്ന ക്യാരക്ടറിൽ അവർക്ക് എന്തോരം പെർഫോം ചെയ്യാൻ സാധിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വേർതിരിവൊന്നും വരില്ല എന്നാണ്. സുരാജിനൊരു വിഷമം ഉണ്ടായോ? എനിക്ക് പിന്നെ തീർച്ചയായിട്ടും. കാരണം ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ സിനിമയിൽ എനിക്ക് ഒരു നായിക, ഇപ്പോൾ ഉള്ള നായികമാരെ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. സുരാജിനോട് ഒരു തൊട്ട് തീണ്ടായ്മയുണ്ട് ഈ നായികമാർക്കെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒരു സിനിമാ നടൻ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു വിഷമത്തിനൊരു നിദാനമാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, അതിൽ അവരെയും തെറ്റ് പറഞ്ഞിട്ട് കഥയില്ല. അവരും ഉദ്ദേശിക്കുന്നത് അവർക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടണം. അവരുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, മമ്മൂക്കയായിട്ട് അഭിനയിക്കണം, ലാലേട്ടനുമായിട്ട് അഭിനയിക്കണം. ഏത് പിന്നെ ആക്ട്രസിനായാലും അങ്ങനെ ഒരു ആഗ്രഹം വരും. അല്ലാതെ എനിക്ക് നല്ല റോളുകൾ ചെയ്ത് പോകണം എന്ന് ഉദ്ദേശിക്കുന്നവർ വളരെ വിരളമായിരിക്കും. അവർ വരുന്നത് തന്നെ പൃഥ്വിരാജിൻ്റെ നായികയായിട്ട് നേരെ തമിഴിൽ പോയി ഹിന്ദിയിൽ, തെലുങ്കിൽ ഇങ്ങനെ എന്തായാലും മനസ്സിലാവും. അല്ല എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങ് പോകാമെന്ന് ആരും വിചാരിക്കില്ല. പക്ഷേ ഈ നായികമാർക്കൊന്നും സുരാജിൻ്റെ കൂടെ അഭിനയിക്കണമെങ്കിൽ പോലും സുരാജിൻ്റെ കമ്പനി ഇഷ്ടപ്പെടുന്ന നായികമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവർക്കൊന്നും വെള്ളിത്തിരയിൽ സുരാജിൻ്റെ കൂടെ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു സൗഹൃദം വേണമെന്ന് ആഗ്രഹമുണ്ട് അവർക്കെല്ലാം. അല്ല, ചില ആൾക്കാർക്ക് ഡേറ്റ് കിട്ടാത്തതുകൊണ്ടാണ് വരാത്തത്. ചില ആൾക്കാരുടെ ഒക്കെ വിളിച്ചപ്പോൾ പേരെടുത്ത് പറയുന്നില്ല, ഇന്ന സിനിമയിൽ കമ്മിറ്റഡ് ആയിപ്പോയി, ഇല്ലെങ്കിൽ മലയാളമല്ല തെലുങ്ക് കിട്ടിപ്പോയി, തമിഴ് കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. ചിലർക്ക് അത് കിട്ടിയിട്ടുമുണ്ട്. സത്യമുള്ള കാര്യം. സുരാജിനോട് വളരെ താല്പര്യമുള്ള ഇഷ്ടമുള്ള ഒരു നടിയത സംസാരിക്കാതിരിക്കുന്നു.
ഒരുപാട് നടിമാരുടെ കൂടെ സുരാജ് ചേട്ടൻ അഭിനയിച്ചു. നായികയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കൊമേഡിയനായിട്ടായിരിക്കാം, ഒക്കെ ഒരുപാട് നടിമാരുടെ കൂടെ അഭിനയിച്ചു. അതിലിഷ്ടപ്പെട്ട ഒരു നടിയുടെ പേര് പറയണം. ഞാൻ എന്തായാലും ഈ പ്രോഗ്രാം കാണുമ്പോൾ അതുകൊണ്ട് സുരാജ് ചേട്ടൻ എൻ്റെ പേര് പറഞ്ഞില്ലേ എനിക്കൊന്നും എന്നാ കൊല്ലണ്ട ഭാവന. കാര്യം വെച്ചാൽ എനിക്ക് 3 കുട്ടികളുണ്ട്. ഇനി ഞാൻ കൊന്നു കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്ക് അച്ഛനില്ലാതെ കണ്ട. അതെ, ഭാവന എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട നടിയാണ്. ഇവിടെ കൊല്ലു പറഞ്ഞാൽ കൊല്ലു. അരെ ഭാവന പാവം പാവല്ലേ. പിന്നെ കാവ്യ മാധവൻ. അതുകൊണ്ടൊക്കെ എല്ലാ ഇവര് പാവമായതുകൊണ്ട് ഇവരെയൊക്കെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട് സുരാജ്. പിന്നെ ആ, അത് ഈ ഫ്രീ ടൈമിനൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റിക്കാറുണ്ട്. എന്താ ചെയ്യാറ് സാറിന്? ഫോൺ വിളിച്ചിട്ട് ഫോൺ വിളിച്ച് പറ്റിക്കുന്ന ഒരുപാട് പറ്റിപ്പ് നടത്തും. ആരെങ്കിലും പറ്റിക്കാത്തതുണ്ടോ? മമ്മൂട്ടിയുടെ അടുത്ത് മാത്രം പറ്റിക്കാൻ ശ്രദ്ധിച്ചില്ല. മമ്മൂക്കയും പറ്റിച്ചിട്ടുണ്ട്. സാറിനെ മാത്രമേ ഇനി പറ്റിക്കാനുള്ളൂ. ഞാനടി അതിനുള്ള അവസരം തന്നു കഴിഞ്ഞാൽ അവസരവും തരണ്ട. മമ്മൂക്കയുടെ ശബ്ദത്തിൽ, മമ്മൂക്കയല്ല പറ്റിച്ച്, മമ്മൂക്കയുടെ ശബ്ദത്തിൽ വേറൊരു കടയിൽ വിളിച്ച് പറ്റിച്ചിട്ടുണ്ട്. ബുഹാരിയിൽ എങ്ങനെ വിളിക്കാം? മമ്മൂട്ടി വിളിക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടല്ലേ വിളിക്കുക. അത് അവിടെ പോയി ഞാനും എൻ്റെ സുഹൃത്തുണ്ട് റഫീഖും സുഹിത്തും കൂടെ പോയിട്ട് ഉഗ്ര മട്ടൻ കിട്ടും. അപ്പോൾ ബുഹാരിയല്ല കട കേട്ടോ, ഇപ്പുറത്ത് പാരഡൈസ്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര കാര്യമാണ്. എന്ത് മമ്മൂക്ക മസ്കറ്റ് ഹോട്ടലിലുണ്ട് എന്ന് പറഞ്ഞു. ആണോ? അപ്പോൾ കുറച്ചൊരു 10 മട്ടൻ എന്ന് പറയുമ്പോൾ കൊണ്ടുവരും. മറ്റേത് ചവ്വൊക്കെ വരും, ചവും പതിരെല്ലാം കൂടെ വെട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ തരുന്നത്. പക്ഷെ മമ്മൂക്കാക്കെന്ന് പറയുമ്പോൾ നല്ല ഉഗ്രനായിട്ട് മട്ടൻ 10 തന്നുകൊണ്ട്. ഇതുപോലെ ഞാൻ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ അത്രയും എൻ്റെ സുഹൃത്തുക്കൾക്ക് മട്ടൻ കഴിക്കണം, കൂട്ടത്തിൽ എനിക്ക്. അപ്പോൾ ചില ദിവസം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇൻ്റർവ്യൂവിന് എന്തെങ്കിലും പരിപാടിയായിട്ടിരിക്കുമ്പോഴായിരിക്കും ഇവന്മാർ വിളിക്കുന്നത്. അളിയാ എന്നാൽ അവിടെ ചെന്ന്, ഞാൻ നീ ചെന്നാൽ മതി, ഫോൺ കൊടുത്താൽ ഞാൻ പറയാം. ഹലോ, മമ്മൂട്ടിയാ, പിന്നെ മട്ടൻ ഒന്ന് കൊടുത്തു. ഓ ശരി ശരി സാർ എന്ന് പറയും. ഇതുപോലെ കൊടുത്തു. എൻ്റെ കഷ്ടകാലത്തിന് അങ്ങനെ ഒരു വർഷം വരെ ഇത് കൊണ്ടുപോയി. അപ്പോൾ ഒരു സമയത്ത് ചെന്നപ്പോൾ മമ്മൂട്ടിക്കല്ലേ വാ മട്ടൻ തരാം. എന്നിട്ട് മട്ടൻ എടുത്ത് പോയി വന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അഴിച്ചൊക്കെ നോക്കിയപ്പോൾ കംപ്ലീറ്റ് ചവും പതിര് മാത്രം. ഇതെന്തേടെ ഇത് ഇങ്ങനെ ഇത് സംഭവിച്ചത്? അങ്ങനെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി ചെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ഞാൻ ഇന്ന് മമ്മൂക്ക ഇവിടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഞാൻ ചെന്ന്, ഞാനാണ് സ്ഥിരം മട്ടൻ തരണം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക കഴിക്കുന്നത് ഏത് മട്ടൻ, ഏത് കട, നീ കൂടെ ഇവൻ്റെ കടയിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിച്ച് കഴിച്ചത്. അങ്ങനെ അത് പൊളിഞ്ഞു. അങ്ങനെ മമ്മൂക്ക വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഒരുപാട് പേരെ ഫോണിൽ ഫീമെയിൽ വോയിസ് ഒക്കെ ഇതാ വരുന്നു. അവൾ നമ്മളെ വിടാൻ ഒരുക്കമല്ല. സുരാജ് ചേട്ടൻ ഞാൻ ഒരുപാട് മൂവിയിൽ അഭിനയിച്ചു. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഛോട്ടാ മുംബൈയിൽ എൻ്റെ കാമുകൻ സുരാജ് ചേട്ടനാണ്. ഞാൻ സുരാജ് ചേട്ടൻ്റെ കൂടെയാണ് ഒളിച്ചോടി പോകാൻ റെഡിയായത്. പക്ഷേ സുരാജ് ചേട്ടൻ എന്നെ ചതിക്കുകയാണ് ഉണ്ടായത്. സുരാജ് ചേട്ടൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരുപാട് പേരെ, ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഈ പെൺകുട്ടികളുടെ സൗണ്ടിൽ വിളിച്ചിട്ട് പറ്റിക്കുന്ന ഒരാളാണ് സുരാജ് ചേട്ടൻ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പെൺകുട്ടികളുടെ സൗണ്ടിൽ വിളിച്ചിട്ട്, ഇപ്പം പെൺകുട്ടികളെ എന്താ സൗണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് അവർ ഓക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണോ, അതോ പിന്നെ ആൺകുട്ടികളുടെ സൗണ്ട് എടുക്കുമ്പോൾ സുരാജ് ചേട്ടൻ്റെ സൗണ്ട് അവർക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണോ? ഇല്ല, ഞാൻ എൻ്റെ സൗണ്ട് തന്നെ മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ, പല സൗണ്ടിൽ ഞാൻ സംസാരിക്കും. ഈ ഭാവനയൊക്കെ എങ്ങനെ വിളിക്കുക? ഭാവനയൊക്കെ അല്ലാതെ തന്നെ വിളിച്ചിട്ട്, ഹലോ, ഭാവന മേഡം അല്ലേ? അതെ, സിനിമ ഉണ്ടായിരുന്നു, എന്നാ ബോറ് സിനിമയാന്നേ. ഇങ്ങനെ പറയുമ്പോൾ ആരാ നിങ്ങളെ അങ്ങനെ ദേഷ്യം വരും. ആ രീതിയിലുള്ളൊക്കെ പറ്റും. ഫീമെയിൽ വോയിസിൽ വിളിക്കുമ്പോൾ കറക്റ്റ് ഒരാൾ നല്ല ജെന്റിൽമാൻ ആയിരിക്കും. ഇപ്പോൾ സാറിനെ പോലെ നല്ല ഇങ്ങനെ പദവിയിൽ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ അത്ര ഇമേജുള്ള ആൾക്കാർ സിനിമയിലുണ്ട്. അപ്പോൾ ഇയാൾ ഒരു പെണ്ണ് വിളിച്ചാൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ? അപ്പോൾ നമ്മുടെ തിരക്കഥാകൃത്തുക്കളും ഇല്ലെങ്കിൽ ഡയറക്ടർ അൻവർ റഷീദ് ഞാൻ ചേർന്നിട്ട്, അൻവർ റഷീദ് പറഞ്ഞിട്ട് ഒരാളെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്. ആരെയാ പറ്റിച്ചേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കും. അയ്യോ ഇല്ല, അങ്ങനെ പറ്റിച്ചു. അതൊക്കെ ഇഷ്യൂയിലേക്ക് പോകും. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ട് ആദ്യം വിളിക്കും. അതിനു മുമ്പ് ജഗപുകയുടെ ഒരു കാര്യം പറയാം. ജഗപുകയിൽ സത്യൻ മാഷായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട്, മരിച്ചുപോയി, കൈതാരം പ്രദീപ്. ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിച്ചിട്ടുള്ള വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സംവിധായകൻ ധന്വന്തിരി സാർ എൻ്റെ പറഞ്ഞു, സുരാജ് സത്യൻ ഇന്ന് കയറി ഡബ് ചെയ്യണം. ഞാൻ പറഞ്ഞു, സാർ ഇത് പറ്റില്ല സാറേ, ഞാൻ ഇത്രയും ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്, എനിക്ക് ഇന്ന് കോയമ്പത്തൂർ തിരുവനന്തപുരത്ത് വേറെ പ്രോഗ്രാം ഉള്ളതാണ്, ഞാൻ പോവുകയാണ്. ആളെ അഭിനയിച്ചില്ല, ആൾ കുഴപ്പമില്ലാതെ ഇമിറ്റേറ്റ് ചെയ്യില്ല, ആളെ തന്നെ വിളിച്ച് ഡബ് ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പോൾ സാറ് വിളിച്ചപ്പോൾ ആൾ
അല്ല സാറേ ഞാൻ ഇവിടെ തൃശ്ശൂരാണ്, വരക്കം നടക്കൂല സാറേ എന്ന് പറഞ്ഞു. ആ ഇശ്ശേടാ ഇവന്മാർ അഭിനയിച്ചിട്ട് പോകും, പൈസയും വാങ്ങിച്ചിട്ട് അങ്ങ് പോകും, ഡബിങ്ങിന് വരില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യ പണി എൻ്റെ നമ്പർ പുള്ളിക്ക് അറിയില്ല, ഞാൻ എടുത്തു വെച്ചിട്ട് ഹലോ ഹലോ ജഗബോഗയിലെ സത്യമാഷല്ലേ? അയ്യോ നല്ല രസമായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശരിക്കും ആക്ച്വലി ബാംഗ്ലൂരാണ് താമസം, ഞാൻ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിലാണ് ഉള്ളത്. എവിടെ അമ്മാവിൻ്റെ വീട് എവിടെയാണ്? ഞാനിവിടെ ഈസ്റ്റ് ഫോർട്ടിലാണ്. യൂ ചേട്ടാ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണാമായിരുന്നു, എനിക്ക് നാളെ ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യും. ശരിക്കും കാണാൻ പറ്റുമോ? പിന്നെന്താ പ്ലീസ് ചേട്ടാ, ഇവിടെ ഉണ്ടോ? ഇവിടെ അടുത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് അല്ല, ഞാൻ ഒരു അല്പം ദൂരെയാണ്, ഇവിടെ പറവൂരാണ്. ഞാൻ നോക്കട്ടെ സാർ, എങ്ങനെയെങ്കിലും നാളെ ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റന്നാൾ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ എത്തിയാലും മതി, എന്നാലും സാറിന് ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് ഫീമെയിലിൽ പറഞ്ഞപ്പോൾ അടുത്ത വണ്ടിക്ക് രാവിലെ ഞാൻ നോക്കിയപ്പോൾ, ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാനും തരുൺ രാജാ സാഹിബും ഉണ്ട് കൂടെ. പക്ഷേ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വന്നു ഉച്ചയ്ക്ക് ഞാൻ എത്തുള്ളൂ. ഈ പറയുന്ന ഇന്ദു എന്ന് പറയുന്ന സ്ത്രീ, ഇന്ദു എന്നാണ് ഞാൻ, ഞാൻ ഇന്ദു ആണ് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു. നമ്പർ എവിടെ നിന്ന് കിട്ടി അതിനെല്ലാം ഞാൻ തിരക്കഥ ഉണ്ടാക്കി കറക്റ്റ് പുള്ളിക്ക് വിശ്വസനീയമായി. എന്നിട്ട് നേരെ ട്രിവാൻഡ്രത്ത് വരുന്നു, ആതിര അഞ്ജലി അശ്വതി തിയേറ്റർ. ഉച്ച സമയം, നല്ല വെയിലാണ്, തലയിലാണെങ്കിൽ വിഗ്ഗും ഇല്ല, മുടി പണ്ടേ ഇല്ല. അങ്ങനെ പുള്ളി അവിടെ കൊണ്ട് രാവിലെ തൊട്ട് ഉച്ച വരെ പുള്ളിയെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു. നമ്മുടെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വിളിക്കുകയാണ്. ഞാൻ ഇപ്പുറത്തെ റൂമ്, പുള്ളി അപ്പുറത്തെ റൂമ്. ഞാൻ ഡബ് ചെയ്തിട്ട് വരുന്നു. എന്ത് എവിടെ? ഒരു കാര്യം ചെയ്യുമോ, ആതിര അഞ്ജലി അശ്വതി തിയേറ്ററിൻ്റെ അവിടെ, ഞാൻ പച്ച ചുരിദാർ. എന്നിട്ട് പുള്ളി നോക്കിയപ്പോൾ പണം അവിടെ ചെന്ന് നിൽക്കുകയാണ് വെയിലത്തിന് നിൽക്കുക. നമ്മൾ കാറിൽ ഇപ്പുറത്തെ സൈഡിൽ ദീപാരത്തി എന്നെ കണ്ടില്ല. അപ്പോൾ പച്ച ചുരിദാർ ഇട്ടുകൊണ്ട് ഒരു പെണ്ണ് വരുന്നു. മനസ്സിലായോ? വാട്ട് ഈസ് ദീസ് എന്ന് പറഞ്ഞിട്ട് അവരെന്തോ തെറിയും വിളിച്ചിട്ട് പോകുന്നു. അവിടെ നിൽക്കുന്നു. പിന്നെ എനിക്ക് തന്നെ പാവം തോന്നി, വിളിച്ച് കാര്യം ഇത്രയേറെ കാര്യം പറഞ്ഞോ. എന്നിട്ട് കൊണ്ടുപോയി റൂമിൽ ചെന്നിട്ട് ചേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാൻ കാല് തൊട്ട് എഴുതിട്ട് എന്നെ പറഞ്ഞു, ചേട്ടാ ക്ഷമിക്കണം, ഞാനാണ് ആ ഹിന്ദുവായിട്ട് പറ്റിച്ചത്. നിനക്ക് പിടിവിട്ടുപോയി, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരൂടാ. എന്നിട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് വലിയൊരു ട്രോഫി വാങ്ങി എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അതിപ്പോഴും എൻ്റെ വീട്ടിൽ ട്രോഫി. കാര്യം ഞാൻ ഒരിക്കലും വരാത്ത ആളാണ്, എനിക്ക് ഒരു ശതമാനം പോലും പിടിക്കാൻ പറ്റില്ല. നിൻ്റെ ആ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു. പിന്നെ ഇവിടെ വന്നതിൽ നമ്മളല്ലാതെ വേറെ ആരും അറിയല്ലേ, അതിനു വേണ്ടിയാ ഗിഫ്റ്റ് തന്നത്. ഒരുപാട് കുസൃത്തരങ്ങൾ സുരാജ് കാണിച്ചിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ? ഒത്തിരി പേര് ഈ നടന്മാരുടെ ശബ്ദത്തിലൂടെ സംസാരിച്ച് പലരെയും വെട്ടിലാക്കിയിട്ടുണ്ട്. എൻ്റെ വൈഫിനെ വിളിച്ചിട്ട്, ഓർമ്മയുണ്ടാവുമോ, എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് സംസാരിച്ചു, മമ്മൂട്ടി സാറാണെന്ന് പറഞ്ഞ് സംസാരിച്ചു, ഓർമ്മയുണ്ടോ? ഇതുപോലെ ഒത്തിരി പേരെ. ഞാൻ ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ അങ്ങനെ അബോധാവസ്ഥയിലാണ്. ഭാര്യ പറയുന്നു, മമ്മൂട്ടി വിളിച്ചിരുന്നു, ഇതാ ഫോൺ നമ്പർ, ഇത് തിരിച്ചു വിളിക്കണം എന്ന് പറഞ്ഞ് അങ്ങ് പേടിച്ച് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അത് സുരാജ് അനുകരിക്കുന്ന ഓരോ ശബ്ദത്തിൻ്റെ ഒരു പെർഫെക്ഷൻ. ഇതൊക്കെ ഇപ്പോഴും ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ തന്നെ അന്ന് ഇതൊക്കെ ചെയ്യുന്നതും ഇപ്പോഴും അതിനെയൊക്കെ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു തമാശ സുരാജ് ഇപ്പോഴും ആസ്വദിക്കുന്നുണ്ടോ? ഇപ്പോഴും അതേ ചെയ്യാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അത് ചെയ്യാറില്ല. നിർത്തിയോ? നിർത്തിയെന്ന് പറഞ്ഞാൽ അത്രയും വേണ്ടത്, എനിക്ക് അത്രയും അടുത്ത് പരിചയമുള്ള കൈ വീണോ? ഇല്ല, കൈ വീണതല്ല. എനിക്ക് അതിനുശേഷം ആ പ്രദീപേട്ടൻ്റെ ആ അവസ്ഥയ്ക്ക് ശേഷം എനിക്ക് തന്നെ ഫീലിംഗ് ആയിപ്പോയി, അങ്ങനെ പറ്റിക്കാൻ പാടില്ല. പിന്നെ സിനിമയിൽ അത്രയും അടുത്ത ആൾക്കാരെയൊക്കെ വിളിച്ച് എന്തെങ്കിലും പറ്റിക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കുറേ നാളായിട്ട് പറ്റിക്കാറില്ല. സാറിൻ്റെ മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്. കൈരളി TV എന്ന് പറഞ്ഞാൽ മരിക്കും ധന്യതിരി സാർ. അപ്പോൾ എനിക്കൊരു ദിവസം തോന്നിയിട്ട് അങ്ങനെ അല്ലല്ലോ, ഇത് മമ്മൂക്ക വിളിച്ചെന്ന് പറയുമ്പോൾ പുള്ളിയുടെ പ്രതികരണം എന്തായിരിക്കും. അങ്ങനെ ഞാൻ എടുത്തു വെച്ച് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ധന്യതിരി വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. അതിൽ പിന്നെ സാറ് എന്നെ കൂട്ട വിളിയാ, ഒന്നും പറയണ്ട, നാളെ ഗംഭീര എപ്പിസോഡാക്കണം, മമ്മൂട്ടി വിളിച്ചു
എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഇത്തിരി വെയിറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ പുള്ളി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മമ്മൂട്ടി എന്നെ വിളിച്ചതങ്ങ് സമ്മതിച്ചില്ലായിരുന്നു. നല്ല ബുദ്ധിയാ. അതെ, പക്ഷെ പുള്ളി ഭാര്യയുടെ മുമ്പിൽ ഒന്ന് പതറിപ്പോയി. ആ, ആ. സുരാജിന്റെ വേലയാണെന്നുള്ള കാര്യം അത് പിന്നീട് പറഞ്ഞു. പറഞ്ഞു. ആ പറഞ്ഞു.